ഗോജി ട്രാവലറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോട് കടലുണ്ടി പശുസങ്കേതത്തിൽ പോയതിനെ പറ്റിയാണ്. അപ്പം നല്ലൊരു അടിപ്പൻ യാത്രയായിരുന്നു കോഴിക്കോട് കടലുണ്ടി പശുസങ്കേതം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും പൊതുവേ പശുസങ്കേതം എന്ന് പറയുന്നത് ഈ കാടിലൊക്കെ കയറി പശുക്കളെയൊക്കെ തപ്പി ആ പരിപാടിയാണെന്ന്. സംഭവം ഇതല്ല. തോണിയിലൂടെ പോയി കുറച്ച് പശുക്കളെയൊക്കെ കണ്ട്, കുറച്ച് കണ്ടൽക്കാടുകളൊക്കെ കണ്ട്, പിന്നെ കുറച്ച് കല്ലുമ്മക്കായ് കൃഷിയൊക്കെ കണ്ട്, ജെല്ലി ഫിഷിനെയും കണ്ടുവരുന്ന ഒരു അടിപ്പൻ യാത്രയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രവേശന ഫീ ആയിട്ട് വരുന്ന 20 രൂപയാണ് ഈ പശുസങ്കേതത്തിൽ എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മുടെ തോണി യാത്രയ്ക്ക് 1000 രൂപയാണ്. മാക്സിമം 8 പേരാണ്. അപ്പോൾ എന്തായാലും നമ്മൾ 5 പേരെ ഉള്ളായിരുന്നു. നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ച് 3 കൊച്ചു പിള്ളേരും ഉണ്ടായിരുന്നു കേട്ടോ. അവരെ കൂട്ടണ്ട, അവർക്ക് ചാർജില്ല. അപ്പോൾ എന്തായാലും നമ്മൾ 5 പേരും, 2 ഫാമിലിയും ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ എപ്പോഴും പോകാറ്. അതാണ് എനിക്കിഷ്ടം. കാരണം ഈ ഒറ്റയ്ക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ മനസ്സിന് എപ്പോഴും ഒരു സമാധാനവും സന്തോഷവും, നമ്മുടെ സന്തോഷം മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കുക എന്നതാണ്. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് പോയി നമ്മൾ ഒറ്റയ്ക്ക് തന്നെ സന്തോഷിക്കുക. അപ്പോൾ എന്ത് രസമാണല്ലേ. സൈക്കോ ആണെന്ന് തോന്നും, എങ്കിലും എനിക്കതാണ് ഇഷ്ടം. അപ്പം നമ്മുടെ യാത്ര നേരെ തോണിയിലൂടെ നേരെ അങ്ങോട്ട് പോയി. അപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ നല്ല ചെറിയ പുഴയാണല്ലോ, 2-3 അടി താഴ്ചയൊക്കെ ഉള്ള ഈ സംഭവം. കാരണം മഴയില്ല, വേനലാണ്. അപ്പോൾ ഈ പുഴയിൽ ഇപ്പോൾ വെള്ളം അധികമില്ല, 2-3 അടി താഴ്ചയൊക്കെ ഉള്ളൂ. പോണ വഴിക്ക് ഒരുപാട് നീർനായയും ഈ കൊക്ക്, കടൽക്കാക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുക എന്താ സംഭവം, ഇതാണോ പക്ഷിയെന്ന്. കൊക്കിൻ്റെ തന്നെ പല വെറൈറ്റി നമുക്കിവിടെ കാണാൻ സാധിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ മീനുകൾ ഇങ്ങനെ ചാടി കളിച്ചുകൊണ്ടിരിക്കുക. വെറുതെ നമ്മുടെ ഈ ചാകര എന്ന് പറയണല്ലേ, എന്ന് പറയണ പോലെ കുഞ്ഞു കുഞ്ഞു മീനുകൾ ഈ പുഴയിലൂടെ ഇങ്ങനെ ചാടി കളിച്ചുകൊണ്ടിരിക്കും. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ തവളയാണെന്ന്. തവളയെന്ന് പറയുമ്പോൾ ഈ ചാടി പോകുന്ന സാധനം ഉണ്ടല്ലോ, അപ്പോൾ ഈ തവളയാണെന്നാണ് വിചാരിച്ചത്. അപ്പം അവർ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് തവളയല്ല, മീൻ ചാടി കളിക്കണയാണെന്ന് മനസ്സിലായത്. അങ്ങനെ ഈ മീനെ പിടിക്കാനെ കൊണ്ട് പരുന്തുണ്ട്, ഗരുഡനുണ്ട്, ഈ കൊക്കുകളിൽ പല ടൈപ്പ് സാധനങ്ങളുണ്ട്, കാക്കയുണ്ട്, നീർക്കാക്കയുണ്ട്, നീർനായയുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ ഈ പുഴയിൽ ഇങ്ങനെ ഉല്ലസിച്ചിങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങ് ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടൽക്കാടുകളുടെ ഒരു വലിയൊരു സെറ്റപ്പ് കാണാം. ഏക്കർ കണക്കിന് കണ്ടൽക്കാടുകളാണ്. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ പണ്ട് ബ്രിട്ടീഷുകാർ പണിഞ്ഞ ഒരു ഇന്ത്യൻ റെയിൽവേ ആണ് ഈ കാണുന്നത്. അപ്പം ഇന്ത്യൻ റെയിൽവേയുടെ ഇത് സുർക്കി മിശ്രിതം കൊണ്ടൊക്കെ പണിഞ്ഞാണെന്നാണ് പറയുന്നത്. ഇപ്പോഴും വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ അങ്ങനെയൊക്കെ പൊട്ടിപ്പോയി. പിന്നെ അത് ഇന്ത്യ ഗവൺമെൻറ് അത് പണിഞ്ഞ് സെറ്റപ്പാക്കി, ഇന്ത്യൻ റെയിൽവേ പണിഞ്ഞ് സെറ്റപ്പാക്കി. എന്തായാലും ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ അധീനതയിലാണ്. പിന്നെന്ന് പറഞ്ഞാൽ ചുറ്റും കണ്ടൽക്കാടുകളായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ അങ്ങ് പോകാൻ പറ്റത്തില്ല. കാരണം നമ്മൾ മണ്ണാന്ന് വിചാരിക്കും, സംഭവം മണ്ണല്ല, കണ്ടൽക്കാടിൻ്റെ ചെളി പൂണ്ട് കിടക്കുകയാണ്. അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ചെളിയിൽ താന്നു പോകും. പണ്ട് നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു സിനിമയിൽ ഇങ്ങനെ നമ്മുടെ മുരളി താന്നു പോകുന്ന പോലെ നമ്മൾ താന്നു പോകും. എന്തായാലും നമ്മൾ അങ്ങോട്ടൊന്നും പോകാൻ നിന്നില്ല, നമ്മളിങ്ങനെ യാത്രയോട് യാത്ര. അപ്പം നമ്മുടെ തോണി എന്തായാലും നമ്മുടെ മെഷീനൊന്നുമല്ല, നമ്മുടെ ചേട്ടനിങ്ങനെ തള്ളും, തോണിക്കാരനിങ്ങനെ തള്ളി പോകും. വാഴ കൊണ്ടല്ല തള്ളുന്നത്, നല്ല ഒന്നാന്തരം വലിയ നീളമുള്ള കമ്പി കൊണ്ട്, പൈപ്പും കൊണ്ട് ഇങ്ങനെ തള്ളി വേണം പോകാൻ. അതിനൊരു പ്രത്യേക എക്സ്പീരിയൻസ് വേണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ തോണി തള്ളി നമ്മുടെ ചേട്ടൻ കൊണ്ട് നേരെ പോയി അടിപ്പൻ ഒരു സീനറി കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഈ സീനറി എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വലിയൊരു സന്തോഷം. ഞാൻ ഇങ്ങനെ ഒരു സെറ്റപ്പ് പ്രതീക്ഷിച്ചേ ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചൈനയിലും ഈ തായ്ലൻഡിലും ഒക്കെ നമ്മൾ ഈ ഫോണിൽ ഈ യൂട്യൂബിലൊക്കെ കാണാറുണ്ടല്ലോ, അതുപോലൊരു പ്രതിവിധിയാണ്. ഞാൻ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാവുന്ന ജീവിതത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കടലുണ്ടിയിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് വന്ന് കാണുന്നത്. പിന്നെ മാത്രമല്ല നമ്മളിപ്പോൾ ഈ കാണുന്ന ബോട്ട് ടൈപ്പാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മാത്രമല്ല ഇവിടെ തന്നെ നമുക്ക് ചായ കുടിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ പിന്നെ ചേട്ടൻ നേരെ അടുപ്പിച്ച് തന്ന് ആ കണ്ടൽക്കാടിൻ്റെ ഒരു കൂന പോലത്തെ ഒരു സെറ്റപ്പ് നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ എനിക്ക് ഇതൊരു വലിയൊരു വൈബായിട്ടാണ് തോന്നിയത് ഈ ഒരു സെറ്റപ്പേ. കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അവിടെ വന്നിരുന്ന് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരണം. കാര്യം എന്ന് പറഞ്ഞാൽ അടിപ്പ സ്പോട്ടാണ്. നമ്മുടെ ഇവിടെ ഉണ്ടെന്നേ കൊച്ചു ചൈനയും തായ്ലൻഡും ഒക്കെ, നമ്മൾ പോകാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ വീട്ടിൽ ചടഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് നേരെ തായ്ലൻഡിലോട്ടും ജപ്പാനിലോട്ടും പോകും. നമ്മൾ ആദ്യം നമ്മുടെ സ്വന്തം നാട്ടിൽ പോകണമെന്ന് സന്തോഷ് ജോർജ് കുളങ്ങളെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം സ്വന്തം നാട്ടിൽ പോവുക, ചിലവ് ചുരുക്കി. അപ്പം തന്നെ നമുക്ക് ഇവിടെ പല കാര്യങ്ങൾ കാണാൻ സാധിക്കും. അപ്പം ഞാൻ ആദ്യം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഇങ്ങനെ ഒരു സെറ്റപ്പ് കണ്ടിട്ട്. മാത്രമല്ല നമ്മുടെ ഈ യാത്രയിൽ ജെല്ലി ഫിഷിനെ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ജെല്ലി ഫിഷിനെ ഇത് തൊട്ട് കഴിഞ്ഞ് ചൊറിയുമെന്നാണ് ഈ ചേട്ടൻ പറഞ്ഞത്. ഇത് ഇപ്പം നമ്മളിപ്പോൾ ഈ കാണുന്നത് ഒരു പച്ച കളറാണ്, ഇതിൻ്റെ ചുമന്ന കളറുണ്ട് അത്രേ. അപ്പം അത് ഒന്നുകൂടെ ചൊറിയും, കൈ പൊള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനെ കൊണ്ട് ഭയങ്കര ഉപദ്രവമാണ്, വലയിലൊക്കെ കയറി ആകെ നാശമാണ്. ഇപ്പോൾ കുറേ ജെല്ലി ഫിഷിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും.
രാത്രിയായി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ വരുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളെ നാടിൻ്റെ ഈ പുഴയുടെ ഒരു ഭംഗി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടുവ് വളച്ച് നിൽക്കണം. പുഴയിലോട്ട് പലർക്കും അറിയും, ഈ തോടുകളിലൊക്കെ ഉള്ളപ്പോൾ നടുവ് വളച്ച് ഈ തെങ്ങിങ്ങനെ താഴോട്ട് നിൽക്കും. ഈ കേരകേരങ്ങൾ നിറഞ്ഞ നാടാണെന്ന് പറഞ്ഞത്, പക്ഷേ സംഭവം തെങ്ങിൻ്റെ ജന്മസ്ഥലം മലേഷ്യ ആണെങ്കിലും സംഭവം നമ്മളെ നാട്ടിലാണെങ്കിൽ അങ്ങ് കൊഴുത്തിരിക്കുന്നത്. മലേഷ്യ ഞാൻ പോയിട്ടില്ല കേട്ടോ, പോയിട്ട് കഴിയുമ്പോൾ നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേക ഒരു ഭംഗി. ഈ തെങ്ങ് തരുന്നതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഈ പുഴയുടെ സൈഡിൽ നിൽക്കുന്ന തെങ്ങിനെ കാണുമ്പോഴാണ് ഒരു പ്രത്യേക, ഇങ്ങനെ അട്ടിയടിക്ക് ഇങ്ങനെ തള്ളി ഇങ്ങനെ പുഴയിലോട്ട് നിൽക്കും. അതൊരു പ്രത്യേക. പിന്നെന്ന് പറയുന്നത് നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ചായ കുടിക്കാനുള്ള സെറ്റപ്പ് ഈ പുഴയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഡ്രൈവർ ആശാൻ ചോദിച്ച് ചായ കുടിക്കണോണ്ടോന്ന്. പിന്നെ കൂടെ വന്നവർക്ക് ഒരു ഒരു ഉഷാറില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അവരുടെ ടൈം മെനക്കെടുത്തണ്ടല്ലോ, സമയം ഒരു 5:30 ആയി, പിന്നെ നമ്മൾ മെനക്കെടുത്തിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ വേണ്ട പൊക്കോളാൻ പറഞ്ഞ്. പോണ വഴിക്ക് ഈ പുള്ളി നമ്മുടെ കല്ലുമ്മക്കായ ഉണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കഴിച്ചിട്ടില്ല. കല്ലുമ്മക്കായയുടെ കൃഷി കാണിക്കും. അങ്ങായിട്ട് ചെറിയൊരു ഓരോ കമ്പൊക്കെ കുത്തിയായിട്ടും ചെറിയ നമ്മുടെ ബേസ് ബോർഡൊക്കെ കൊണ്ട് വെച്ചതായിട്ടും അങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും കല്ലുമ്മക്കായയുടെ കൃഷി തരംതിരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കല്ലുമ്മക്കായും ജെല്ലി ഫിഷും ഈ പറഞ്ഞ പോലെ നല്ല അടിപ്പൻ ആ വ്യൂ ഒക്കെ കണ്ടിട്ട് നേരെ നമ്മൾ തിരിച്ച് നമ്മളെ തട്ടകത്തിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. നല്ല സന്ധ്യ മയങ്ങിയിട്ടുണ്ട്, സൂര്യൻ പെതിയെ താന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ വാൾക്കിംഗ് വേയിലൂടെ കയറി. അവിടെ കുറച്ച് നടക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട്. ഒന്നുകൂടെ ഒന്ന് കണ്ടിട്ട് നേരെ പോകാമെന്നുള്ള പ്ലാനിലാണ്. അപ്പം നമ്മളൊന്ന് കുറച്ച് നേരം നടന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ടിട്ട് നേരെ നമ്മളങ്ങ് പോവുകയാണ്. അപ്പം നിങ്ങളും ജീവിതത്തിൽ ഇതുപോലെ യാത്ര ചെയ്യുക, മനോഹരമാക്കുക.